ഹലോ എവരിവൺ, അപ്പോൾ എല്ലാവർക്കും ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഞാൻ ഇന്ന് കൂലി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ വീട്ടിലെത്തിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് സ്പോയിലർ അലേർട്ട് ഞാൻ പറയുകയാണ്. കാരണം ഞാൻ ചിലപ്പോൾ അറിയാണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയി നിൽക്കും. ആ ഒരു സാഹചര്യത്തിൽ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ സ്പോയിലായി എന്ന് എൻ്റെ അടുത്ത് പറയരുത്. അതുകൊണ്ടാണ്. പിന്നെ പടത്തിൽ ഇതെൻ്റെ അഭിപ്രായമാണ്, എൻ്റെ മാത്രം. ഇതിനോട് നിങ്ങൾക്ക് യോജിപ്പ് ഇല്ലാതിരിക്കാം. എങ്ങനെയായാലും റിവ്യൂയിലേക്ക് കടക്കാം. അപ്പോൾ ലോകേഷ് കനകരാജിൽ നിന്നൊരു സിനിമ രജനീകാന്തിനെ വെച്ച് വരണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. ആ ഒരു എക്സൈറ്റ്മെന്റ് പലർക്കും ഇത് LCU ആണോ അല്ലയോ എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ലോകേഷ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റാൻഡ് അലോൺ ഫിലിമാണെന്ന്. പിന്നെ അത് വലിയ സ്പോയിലറൊന്നും ഇതിൽ അങ്ങനെ ഇല്ല എന്നത് പറയാനായിട്ട്. ആ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു സ്റ്റാൻഡ് അലോൺ സിനിമ തന്നെയാണ്. ഇനി സിനിമയുടെ ആൾക്കാർ പലവരും, ഞാനിപ്പോൾ പോകുന്നതിന് മുമ്പും അല്ലെങ്കിൽ തിയേറ്ററിൽ ചെന്നതിന് ശേഷം ഫസ്റ്റ് ഷോ കണ്ട ആൾക്കാർ, രാവിലെ ഏർലി മോർണിംഗ് ഷോ കണ്ടവരാണെങ്കിലും അവരടക്കം പലവർക്കും ഒരു അഭിപ്രായം കുഴപ്പമില്ല എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്കറിയില്ലായിരുന്നു അപ്പോൾ എന്താണ് അവരുടെ അഭിപ്രായം അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത്. പക്ഷെ ഞാൻ സിനിമ കയറി കണ്ടു. അപ്പോൾ എനിക്ക് കണ്ടിടത്തോളം വെച്ചിട്ട് ഞാൻ പറയാലോ, ജയിലറുമാരത്തെ ഒരു സിനിമ അല്ലാന്നുണ്ടെങ്കിൽ വിക്രം പോലത്തെ അല്ലെങ്കിൽ ഈവൻ ലിയോ പോലത്തെ ഒരു സിനിമ പ്രതീക്ഷിച്ചാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കാരണം ഈ സിനിമയിൽ സയൻസ് ഫിക്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല ഇതിൽ. എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ ലോകേഷിന്റെ സിനിമകളിൽ കാണാത്ത തരത്തിൽ ചില എലമെന്റുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം നിങ്ങൾ രജനീകാന്തിന്റെ ഒരു പേട്ടമാരത്തെ സിനിമ അല്ലെങ്കിൽ ജയിലറൊക്കെ പ്രതീക്ഷിക്കണം പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കിട്ടില്ല, അത് ഉറപ്പാണ്. മാത്രമല്ല, എന്നോട് ചോദിച്ചാൽ ഞാനും പറയും ലോകേഷിന്റെ ഉള്ള സിനിമകളിൽ വീക്കസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. അത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴും എനിക്ക് വീക്കായിട്ട് തോന്നിയിട്ടുള്ളത് മാസ്റ്ററാണ്. വേറെ ഒന്നും കൊണ്ടല്ല, മാസ്റ്റർ നല്ല സിനിമ കേട്ടോ, അല്ലാന്നല്ല പറയുന്നത്. പക്ഷെ എനിക്കെന്തോ അതിൽ ഇത്തിരിയും കൂടി വിജയ് സേതുപതിയും വിജയിനെയും നല്ലപോലെ ലോകേഷിനെ യൂസ് ചെയ്യാൻ ഫ്രീഡം കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ലോകേഷിന്റെ സിനിമയാണെങ്കിൽ പോലും ഭയങ്കര ഒരു കൊമേഴ്ഷ്യൽ ടച്ച് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമയിലും ആ ഒരു ഇതുണ്ട്. പിന്നെ രജനീകാന്ത് സിനിമയാണ്, പിന്നെ ലോകേഷിന്റെ എഫേർട്ട് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും നല്ലപോലെ. ഫസ്റ്റ് ഹാഫിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ പോകുന്നത് ഒരു ഡ്രമാറ്റിക് പേസ്, കുറച്ച് മാസം ഇതൊക്കെ അവിടെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇത്തിരി സ്ലോ ആയിട്ട് ഇതായിട്ടാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫിലാണ് കുറച്ചും കൂടി മാസം കാര്യങ്ങളും ഇത്തിരി കൂടി ഒന്ന് ഇത് വരുന്നത്. എന്നാൽ ലോകേഷിന്റെ പതിവ് പോലെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് ആളുടെ ടെറിട്ടറി ആണെന്ന് പറയാറ്. പക്ഷെ ഈ ഒരു സിനിമയിൽ എനിക്ക് സെക്കൻഡ് ഹാഫ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും എന്തോ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു ഇത് കിട്ടിയില്ല എന്നുള്ളതുണ്ടായിരുന്നു. അത് ഇല്ല ഞാൻ പറയില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മൈൻഡിൽ എപ്പോഴും ലോകേഷ് രജനീകാന്തിനെ വെച്ചൊരു പടം പിടിക്കുന്നു, ജയിലർ മാരിയാവോ വേട്ട മാരിയാവോ എന്നുള്ളൊരു ഇതിലാണ്. പക്ഷെ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പേട്ട കാർത്തിക് സുബ്രാജൻ പിടിച്ച് ഒരു കട്ട രജനി ഫാൻ ബോയ് ആണ്. നെൽസൺ ആണെങ്കിലും ഒരു രജനി ഫാൻ ബോയ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഫാൻ ബോയ്സ് അവരെ ആരാധിക്കുന്ന നടനെ വെച്ച് പടം ഷൂട്ട് ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ഹൈപ്പ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് ആ നടന്മാരെ പ്രസന്റ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. അപ്പോൾ മലയാളത്തിലാണെങ്കിലും അതെ. ഇപ്പം തുടരും കണ്ടു, ലാലേട്ടനെ തരുൺമൂർത്തി പ്രസന്റ് ചെയ്തേക്കണം, നല്ല ഒരു രക്ഷയില്ലാത്ത രീതിയിലായിരുന്നു അല്ലേ. അപ്പോൾ ലോകേഷ് ഒരു കമൽഹാസൻ ഫാൻ ബോയ് ആണ്. മാത്രമല്ല ലോകേഷിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചിട്ടുള്ള അവരുടെ പാസ്റ്റ് സിനിമ, ആൾക്ക് ഇഷ്ടമുള്ള പാസ്റ്റ് സിനിമകളും ഇപ്പൊ ഒരു ലെജൻഡറി ആക്ടർ, ഇപ്പൊ രജനീകാന്ത്, കമൽഹാസൻ പോലുള്ള ലെജൻഡറി ആക്ടേഴ്സിനെ വെച്ചാൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഓരോ പാസ്റ്റ് സിനിമകളിലെയും ഓരോ റെഫറൻസ് ഒക്കെ എടുത്ത് യൂസ് ചെയ്യുന്നൊരു ടൈപ്പ് ഓഫ് ഡയറക്ഷനാണ് ആളുടെ. പക്ഷെ ഓവറോൾ ഞാൻ പറയാലോ, സിനിമയിൽ എനിക്ക് സ്പോയിലറൊന്നും പറയാൻ ഇതില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പലരും ആവറേജ് എന്ന് പറയണ്ട, ആവറേജ് ഒന്നും അല്ല ഈ സിനിമ സത്യം പറഞ്ഞത്. കാരണം അതിൽ ലോകേഷിന്റെ എഫേർട്ട് ഉണ്ട്. ഒരു എക്സ്പെക്ടേഷൻ വെച്ച് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടില്ല. അത് ഞാൻ പറയാം. കാരണം പലർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് എക്സ്പെക്ടേഷൻ ഉണ്ടെങ്കിൽ തന്നെ അതൊന്ന് കുറച്ചിട്ട് ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെടാം. കാരണം നിങ്ങൾ വിചാരിക്കുന്ന ആക്ഷൻ ആണെങ്കിൽ ആക്ഷൻ മാസം ഇതെല്ലാം ആ സിനിമയിലുണ്ട്. നിങ്ങൾ ഓവർ ദ ടോപ്പ് ജയിലർ ലെവലാണ് പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അതില്ല. പിന്നെ എനിക്കിത് എടുത്തു പറയേണ്ട കാര്യം പെർഫോമൻസുകളും, പ്രത്യേകിച്ച് രജനീകാന്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം രജനീകാന്തിന്റെ ഒരു ജയിലർ ലെവൽ അഴിഞ്ഞാട്ടോ അല്ല, എന്നാലും പെർഫോമൻസ് എങ്ങനെയായിരിക്കും നമുക്കറിയാം. പക്ഷെ സൗബിൻ ഞെട്ടിച്ചുണ്ട് പടത്തിൽ സത്യം പറഞ്ഞാൽ. ഞാൻ വിചാരിച്ചു പടം പോണ ഇത് കണ്ടപ്പോൾ സൗബിന് ആ കുഴപ്പമില്ല, പിന്നീട് അങ്ങോട്ട് പോകുന്നോറും സൗബിന്റെ പെർഫോമൻസ് ഉണ്ടല്ലോ അതൊരു രക്ഷയുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. സൗബിന്റെ പെർഫോമൻസിനാണെങ്കിൽ നമുക്ക് മലയാളി എന്നുള്ള നിലയിൽ പോയിരുന്നു കാണാം. സൗബിൻ നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്.
നാഗാർജുനാണെങ്കിലും വില്ലനായിട്ട് നല്ല രീതിയിൽ റോള് ചെയ്തിട്ടുണ്ട്. നാഗാർജുനയുടെ റോള് വില്ലനാണെന്നുണ്ടെങ്കിലും അത്രയും വലിയ റോള്, അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ പലരും റോളക്സ് ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നത്, അതിൻ്റെ അത്ര ഒന്നും ഇല്ല. റോളക്സ് ഒക്കെ വേറെ ലെവലിൽ കിടക്കുന്ന ഒരു സംഭവം. പക്ഷെ നാഗാർജുനയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നുള്ളത് ഉപേന്ദ്ര അമീർ ഖാനാണ്. അമീർ ഖാനെ ലാസ്റ്റ് കൊണ്ടുവന്നു എന്നുണ്ടെങ്കിൽ അമീർ ഖാന്റെ തന്നെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇതിനിപ്പോ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡപ്പ് ആണോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അപ്പോൾ കണ്ടറിയാം. ഇപ്പൊ സ്റ്റാൻഡേർഡ് ഓൺ സിനിമയാരുണ്ടാവുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഉപേന്ദ്ര എന്നുണ്ടെങ്കിലും റോള് അവിടെ എവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഉപേന്ദ്രയും ഒരു രജനീകാന്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു സൈഡ് ക്യാരക്ടർ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് സത്യം പറഞ്ഞത്. കാരണം അതാണ് ഞാൻ പറഞ്ഞ സ്പോയിലർ ഉണ്ടാവുന്നത്. കാരണം ഉപേന്ദ്രയും വലിയൊരു നടനാണെങ്കിൽ പോലും യൂസ് അധികം ചെയ്തിട്ടില്ല സിനിമയിൽ. സത്യരാജ് പലവരെയും കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പടത്തിൽ മെയിനായിട്ട് എടുത്ത് നിൽക്കുന്നത് രജനീകാന്ത്, ശ്രുതി ഹാസൻ, സൗബിൻ, ഇവർ മൂന്നുപേരുമാണ്. ഇവർ മൂന്നുപേരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. ഓവറോൾ എന്നോട് വെച്ച് കഴിഞ്ഞാൽ സിനിമ ഗംഭീര സിനിമയാണെന്ന് വെച്ചാൽ ഗംഭീരം എന്നും പറയില്ല, മോശമാണോന്ന് വെച്ചാൽ മോശം എന്നും പറയില്ല. പക്ഷെ ലോകേഷിന്റെ ഫിലിമോഗ്രഫി വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇത്തിരി വീക്കറാണ്. എനിക്ക് മാസ്റ്ററിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഈവൻ ദെൻ എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ടെൽ ലിയോ വാസ് ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് ലിയോ ആണ് ഇതിനേക്കാളും ഇഷ്ടമായത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് ഫിലിം. കൈരി 2 ഇനി ആളുടെ ഫുള്ള് LCU ടെറിട്ടറിയാണ്. അതിൽ കൂടുതൽ ഹൈപ്പ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും നല്ലതുണ്ടാവും. ഈ സിനിമ എന്തായാലും എന്നോട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സിനിമയ്ക്ക് ഒരു 7.5 ഔട്ട് ഓഫ് 10 ഞാൻ കൊടുത്തു. ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം. തിയേറ്റർ പടം കാണണമെന്നുണ്ടെങ്കിൽ ഒരു ഹൗസ്ഫുൾ ഷോ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. അല്ലാതെ OTT വരുമ്പോഴൊക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീൽ കിട്ടില്ല. പിന്നീട് വന്നിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒരു രജനീകാന്ത് പടത്തിൻ്റെ കിട്ടണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണും. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത് നന്നായി എനിക്ക് തോന്നി. ഇന്നിപ്പോൾ എനിക്ക് വാർ 2 കൂടി കാണാനുണ്ട്. ഇപ്പോൾ ഞാൻ കൂലി കണ്ട് വന്നു, രാവിലത്തെ ഷോ ആയ കാരണം. ഇനിയിപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വാർ 2 കാണാൻ പോകുന്നത്. അതിന് റിവ്യൂ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. എനിക്ക് വലിയ പ്രതീക്ഷയും ഇല്ലാതെയാണ് ഇതാവുന്നത്. 2 സിനിമയ്ക്കും എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കൂലി പിന്നെ ആൾക്കാർ ഹൈപ്പ് ഇടിച്ച് കയറ്റിയ പോലത്തെ ഹൈപ്പിനുള്ള സിനിമ ഇല്ല എന്നുള്ളത് ഞാൻ പറയും. അതുകൊണ്ടാണ് ഞാൻ 7.5 കൊടുക്കുന്നത്. ഓവറോൾ എ ഗുഡ് ഫിലിം. ഒരു വൺ ടൈം വാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. വൺ ടൈം എന്നല്ല, വേണമെങ്കിൽ 2-3 വർഷം കാണാവുന്ന ഒരു സിനിമയാണ്. അത്രയ്ക്കും വൺ ടൈം എന്ന് പറഞ്ഞാൽ ആർക്കേഡില്ല എന്നുള്ള അങ്ങനെയല്ല, നല്ല സിനിമ തന്നെയാണ്. സംതിങ് ഡിഫറെൻറ്റ് ലോകേഷിൻ്റെ. ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ലോകേഷിൻ്റെ സിനിമകൾ അങ്ങനെ ലോകേഷ് ഉപയോഗിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അത് ആൾക്കാർക്ക് ഓരോ തിയറി ഡീകോഡൊക്കെ ചെയ്യുമ്പോൾ ഓരോ കസേര ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓരോന്ന് പറയും. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്താണ്. അങ്ങനെയുള്ള ഓരോന്നാണ്. അല്ലാണ്ട് ഓവറോൾ നല്ലൊരു സിനിമ. ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആദ്യം പറഞ്ഞ പോലെ ഇത് എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് മാറിയായിരിക്കാം നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സിനിമ ഇഷ്ടപ്പെട്ടേക്കാം, സിനിമ ഇപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ തന്നെ 10 നിങ്ങൾ എത്ര സ്കോർ കൊടുക്കുന്നുള്ള കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് പോരായ്മയായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും നന്നായി എന്ന് തോന്നിയത് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ഞാൻ പരമാവധി കമന്റ് ചെയ്യാനും അത് റീഡ് ചെയ്യാനും അത് തിരിച്ച് റിപ്ലൈ ചെയ്യാനും ഞാൻ നോക്കുന്നതായിരിക്കും. അപ്പോൾ അത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, ചാനൽ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ, അതായത് വാർ 2 റിവ്യൂ കൊണ്ട് ഞാൻ വരാം. ഇനിയിപ്പോൾ ഇന്നായിരിക്കില്ല, നാളെ ആയിരിക്കുള്ളൂ. എന്നാലും അതുവരെ ബൈ.